100 സീറ്റ് കിട്ടണമെന്ന് ഞാനുണ്ടല്ല. അന്ന് SDP ജനറൽ സെക്രട്ടറി സ്ഥാനം ചാടി. ഇങ്ങനെ രാഷ്ട്രീയ വനവാസത്തിന് പോകാൻ തയ്യാറുണ്ടോ? നമസ്കാരം. നമസ്കാരം. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങൾ കണ്ടുവല്ലോ. വെള്ളാപ്പള്ളിയുടെ സംസാരിച്ച് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അദ്ദേഹം അതിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരു പ്രസംഗത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അന്ന് ഇലക്ഷൻ പ്രചരണം നടക്കുന്ന സമയത്ത് 100-ലധികം സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്ന് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ VD സതീശൻ ഒരു പ്രചരണത്തിൽ പ്രസംഗിക്കുന്നു. ഈ പ്രസംഗം കേട്ടതിനെ തുടർന്ന് SNDPയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണമാണ് നമ്മൾ വീഡിയോയിൽ കൊടുത്തത്. അദ്ദേഹം പറഞ്ഞതാകട്ടെ, 100 സീറ്റ് വേണ്ട, 100-ലധികം സീറ്റ് എന്നാണ് VD സതീശൻ പറഞ്ഞത്. അപ്പൊ 100 സീറ്റ് വേണ്ട, 2 സീറ്റ് ഞാൻ എൻ്റെ പേർക്ക് സൗജന്യമായി കുറച്ചു കൊടുക്കുന്നു. 98 സീറ്റ് നേടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ കാലാകാലങ്ങളായി SNDP യോഗം ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും. പകരം മറ്റൊരു കാര്യം VD സതീശൻ ചെയ്യുമോ? UDFന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, 100 സീറ്റ് നേടാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് VD സതീശൻ പോകുമോ എന്നാണ് അദ്ദേഹം വെല്ലുവിളിച്ചത്. ഇതെന്റെ വെല്ലുവിളിയാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. VD സതീശൻ എവിടെയും വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിച്ചിട്ടില്ല, മറ്റാരെയും വെല്ലുവിളിച്ചിട്ടില്ല. ഈ 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് VD സതീശൻ അതിനു മുമ്പ് ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. എന്നാൽ വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള വെല്ലുവിളി വരികയും മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയും മറ്റൊരു പ്രചരണ പരിപാടിയിൽ ചെന്ന VD സതീശനോട് മാധ്യമങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ VD സതീശൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, എന്നെ എൻ്റെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം പാർട്ടിയെ വിപുലീകരിക്കാനും അത് അധികാരത്തിൽ കൊണ്ടുവരാനും വേണ്ടിയാണ്. അപ്പൊ എൻ്റെ പാർട്ടിയെ എനിക്ക് അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ആ പണിക്ക് യോഗ്യനല്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. 100 സീറ്റിലധികം നേടി UDF സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം VD സതീശൻ എന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ആ വാക്ക് ചെവിക്കൊണ്ടു. VD സതീശൻ എന്ന നേതാവ് കേരളത്തിൽ ഉണ്ടായിരിക്കണം. ഒരു കാരണവശാലും അദ്ദേഹത്തെ പോലൊരു നേതാവ് വനവാസത്തിന് പോകാൻ പാടില്ല എന്ന് ജനം തീരുമാനിച്ചു. VD സതീശനെ UDF മുന്നണിയെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേറ്റി. 100 സീറ്റ് എന്ന് VD സതീശൻ പറഞ്ഞത് 2 സീറ്റ് ബോണസായി കൊടുത്ത് 102 സീറ്റോടു കൂടി കേരള ജനത UDFന് അധികാരത്തിലേറ്റി. ഇന്നിപ്പോ ഞാനും ഫവാസും ഈ കാര്യം സ്റ്റുഡിയോയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ബഹുമാന്യനായ VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഏതാണ്ട് 2-3 മണിക്കൂർ പിന്നിടുന്നു. ഈ സമയം വരെയും വെള്ളാപ്പള്ളി നടേശൻ, ബഹുമാന്യനായ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാജിവെച്ച വാർത്ത നമ്മൾ എവിടെയും വായിച്ചു കണ്ടില്ല, എവിടെയും ഒരു ദൃശ്യമാധ്യമത്തിലും കണ്ടില്ല. ശരിക്കു പറഞ്ഞാൽ പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശനെങ്കിൽ അദ്ദേഹം രാജിവെക്കേണ്ടതല്ലേ? ഇപ്പം SNDPയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓർമ്മ വരിക ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. മനുഷ്യനേതായാലും ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് നമ്മളെല്ലാവരും കേരള ജനതയെ മൊത്തം പഠിപ്പിച്ച നേതാവാണ് ശ്രീനാരായണ ഗുരു. അതേ ശ്രീനാരായണ ഗുരു ഇരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ, അദ്ദേഹം കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ന് കൊണ്ടുനടക്കുന്ന നേതാവാണ്, ജീവിച്ചിരിക്കുന്ന നേതാവാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP നേതാവ്. അപ്പം അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് പലതരത്തിലുള്ള വർഗീയത പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കൊരു വശത്ത് വെക്കാം. മറുവശത്തോട്ട് സതീശന്റെ കാര്യത്തോട്ട് വരുമ്പോൾ സതീശനെ ഇത്തരത്തിൽ വെല്ലുവിളിച്ചൊരു കാര്യം, ഇപ്പം എനിക്ക് തോന്നുന്നു വെല്ലുവിളിയിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കേരളത്തിൽ 2 നേതാക്കന്മാരുള്ളൂ. ഒന്ന് PV അൻവർ, 2 പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശൻ. രണ്ടുപേർക്കും വെല്ലുവിളിയുടെ കാര്യത്തിൽ കുറച്ച് 2 പടി മുമ്പിലാണ് രണ്ടുപേരും. എന്തായാലും രണ്ടുപേരുടെയും വെല്ലുവിളി തകർന്ന് തരിപ്പണായിട്ടുണ്ട്. അൻവർ പറഞ്ഞ പോലെ റിയാസിനാണ് വെല്ലുവിളിച്ചത്. റിയാസ് വെല്ലുവിളി ഏറ്റെടുത്തില്ല. പക്ഷെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളി ഏറ്റെടുത്തു. ഞാൻ വനവാസത്തിന് പോയാൻ തയ്യാറാണ്, 100-ൽ സീറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ 46 സീറ്റ് ഉണ്ടായിരുന്നത് 41 എത്തുന്ന UDFന്, അതും കോൺഗ്രസിന് വെറും 19 സീറ്റേ ഉള്ളൂ. ബാക്കി സീറ്റ് മൊത്തം ലീഗും മറ്റു മുന്നണികൾക്കാണ്. അപ്പോൾ ഒരുപക്ഷെ പ്രതിപക്ഷ നേതൃസ്ഥാനം വരെ ആവശ്യപ്പെടാൻ കഴിവുള്ള ഒരു പാർട്ടിയായിരുന്നു ലീഗ്. അത്രത്തോളം തകർന്ന് തരിപ്പണായി നിൽക്കുന്ന കോൺഗ്രസിനെ കൈപിടിച്ച് ഉയർത്തി കൊണ്ടുവന്ന് ഇന്ന് കാണുന്ന 63 സീറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സതീഷ് എന്നുള്ള ഒരാളുടെ മിടുക്ക് കൊണ്ട് തന്നെയാണ്. ഒന്നുമല്ലാത്ത കോൺഗ്രസിനെ, തകർന്ന് തരിപ്പണമായ കോൺഗ്രസിനെ, എല്ലാവിധ കാര്യങ്ങളും നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ഇത്തരത്തിലോട്ട് കൊണ്ടുവരുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ പറഞ്ഞ സാധനം ഒന്നല്ലെങ്കിൽ മനുഷ്യനാണ്, ചില നേരത്തെ നമ്മൾ കൈവിട്ട് പോകുമ്പോൾ ഓരോന്ന് പറഞ്ഞു പോകും. അപ്പം അത്തരത്തിൽ പിൻവലിക്കുക എന്നുള്ള സാധനം, ഞാൻ ആ സാധനം പറഞ്ഞിട്ടില്ലാന്നോ
അല്ലെങ്കിൽ അന്നറിയാണ്ട് സതീശനോട് പറഞ്ഞതാണ്. ഇടപെട്ടോട്ടെ, പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളടക്കം എല്ലാ ദൃശ്യമാധ്യമങ്ങളിലെ ആർക്കൈവ്സിൽ ആ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. ആവേശപൂർവ്വം പറഞ്ഞതാണെന്നോ? ബാബാസ് പറഞ്ഞാൽ അത് ശരിയാണ്. കാരണം മനുഷ്യനാണ്, നമുക്ക് എല്ലാവർക്കും സഹജമായ രീതിയിൽ തെറ്റ് സംഭവിക്കാം. ആവേശം കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാം. പ്രസംഗിക്കുമ്പോൾ ജനങ്ങളുടെ കയ്യടി വരും. ഈ കയ്യടിക്കിടയിൽ ആവേശം മൊത്തം എന്തെങ്കിലും പറയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ ഒരു ധാരണാ പിശക് പറ്റി, തെറ്റ് പറ്റിപ്പോയി. അത് ഞാൻ പൊതുജനത്തോട് ആ കാര്യത്തിൽ ഖേദപൂർവ്വം ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അദ്ദേഹം പറയാം. കേരള ജനത അത് മാപ്പ് ആക്കി കൊടുക്കുകയും ചെയ്യും. അത് ഇത്ര വലിയ കാര്യം എന്നുള്ളതെന്നല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വെല്ലുവിളി ഇന്നലെക്കാൾ ഏറ്റെടുക്കണം. അല്ലെങ്കിൽ പറഞ്ഞതിൽ ഞാൻ പിന്നോട്ട് പോകുന്നു എന്നെങ്കിലും പറയണം. എന്നാലും സതീശനൊക്കെ കാര്യമായിട്ട് പിന്നീട് മിണ്ടിയിട്ടില്ല. സതീശനെ കുറിച്ച് വളരെ പക്വതയുള്ള ഒരു നേതാവ്. ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ആ രീതിയിലോട്ട് മറുപടിക്ക് പോകാനൊന്നും സതീശൻ നിൽക്കാറില്ല. സതീശൻ അത് ചെവിയിലൂടെ കേൾക്കുന്നു. അത് സതീശൻ തന്നെ പറഞ്ഞത് കാര്യമാണ്. എന്നേക്കാൾ വയസ്സേറിയ ആളാണ്, ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിൽ എനിക്ക് ഖേദമുണ്ട്. പക്ഷെ പറഞ്ഞ പോലെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും 100 സീറ്റുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് മുമ്പിൽ വരും. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാജിവെക്കാൻ, വനവാസത്തിന് പോകാൻ തയ്യാറാണെന്നുള്ള സതീശൻ ഓപ്പണായി പറഞ്ഞു. ഇത് മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒപ്പം കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി കസേരയെ ബന്ധപ്പെട്ട കുറച്ച് തർക്കം നടന്നപ്പം വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ആലപ്പുഴയിൽ നിന്നല്ലേ. അതെ. അപ്പം അതിന്റെ കൂടെ വെള്ളാപ്പള്ളി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് സതീശൻ നിയന്ത്രിക്കുന്നത് ലീഗും അതേപോലെ മുസ്ലിം തീവ്രവാദികളുമാണ് എന്നുള്ളതാണ്. മറുവശത്ത് CPM-കാര് പറയുന്നൊരു കാര്യമുണ്ട്, സതീശനെ നിയന്ത്രിക്കുന്നത് RSS സംഘി വിഭാഗങ്ങളാണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ സതീശനെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യം വീണ്ടും അവിടെ കിടക്കുകയാണ്. ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഭാഷ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, എപ്പോഴും വർഗീയത എന്താ പറയാ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ പെട്ട ഒരു എന്താ പറയാ MLA ആണ് സതീശൻ എന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി. ഏറ്റവും അവസാനമായിട്ട് സുകുമാരൻ നായർ പോലും ഇത്തരത്തിൽ, ഞാൻ ഇന്നേ വരെ സുകുമാരൻ നായരൊന്നും ഇത്തരത്തിലൊരു രാഷ്ട്രീയ എന്നും എന്താ പറയാ വിദൂര രാഷ്ട്രീയ പ്രസ്താവന നടത്തുന്ന ഒരാളാണ് സുകുമാരൻ നായർ. അപ്പം അദ്ദേഹം പോലും അവസാന ഘട്ടത്തിൽ വന്നുകാണ്ട് പറഞ്ഞത് സതീശനെതിരെ പറയുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള വേട്ടയാടുകൾ നേരപ്പെട്ട് ഇടപെടാണെന്നിരിക്കും. ഇതിൽ രണ്ടിലും, ഈ രണ്ട് സാമുദായിക ആചാര്യന്മാരുടെ ഇടപെടലിലും വളരെ നിഗൂഢമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അതായത് സുകുമാരൻ നായർ എപ്പോഴും തന്റെ മാനസപുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയാണ് നിലകൊണ്ടിട്ടുള്ളത്. പലപ്പോഴും സംസാരിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് പിടിച്ചു വാങ്ങി രമേശ് ചെന്നിത്തലയെ ഏൽപ്പിക്കാൻ വേണ്ടി അണിയറയിൽ കളി മുഴുവൻ കളിച്ചത് ഈ സുകുമാരൻ നായരാണ്. ഇപ്പോഴും സുകുമാരൻ നായർ രമേശ് ചെന്നിത്തലയോട് എനിക്കൊരു താല്പര്യമുണ്ട്, ഞാൻ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശനും VD സതീശൻ എന്ന നേതാവിനെ എതിർക്കുന്നതിന്റെ ഒരു കാരണം, VD സതീശൻ ഏതെങ്കിലും മത നേതാക്കന്മാരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല. തന്റെ നിലപാടുകൾ അദ്ദേഹം ശക്തമായി പറയും. സാമുദായിക ആചാര്യന്മാരോട് എനിക്ക് ബഹുമാനം ഒക്കെയുണ്ട്, ആദരവുണ്ട്. പക്ഷേ ഇലക്ഷൻ എന്നൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ വോട്ട് കിട്ടാൻ വേണ്ടി ആരുടെയും തിണ്ണ നിറങ്ങുന്ന ഒരു ഏർപ്പാടിന് ഞാൻ പോകില്ല. എന്നാൽ സാമുദായിക ആചാര്യന്മാരോട് വോട്ടഭ്യർത്ഥി ഞാൻ പോകും. ഇത് രണ്ടാണ്. ഇത് ഈ മത മേലധ്യക്ഷന്മാരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാർ ആരും ഈ മത മേലധ്യക്ഷന്മാരുടെ വാക്കുകൾക്ക് കമ എന്നൊരക്ഷരം തിരിച്ചു പറയില്ല. അതായത് ഏതെങ്കിലും കാരണവശാൽ ഇവര് എന്തെങ്കിലും പിണക്കി കഴിഞ്ഞാൽ വോട്ട് പോകും. സതീശൻ പറഞ്ഞ് ഞാൻ തോക്കെങ്കിൽ തോക്കട്ടെ, എനിക്ക് ഇലക്ഷനിൽ ജയിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം, UDF-നെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ VD സതീശൻ ജയിച്ച് മുഖ്യമന്ത്രി ആവല മന്ത്രി ആവല എന്റെ ലക്ഷ്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ ഇവർ ആരെങ്കിലും മെനക്കെട്ടിറങ്ങിയാൽ എനിക്കത് വിഷയമല്ല എന്ന് സാമുദായിക നേതാക്കന്മാരുടെ മുഖത്തു നോക്കി വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള നട്ടെല്ലും രാഷ്ട്രീയമായ പ്രതിബദ്ധതയും ചങ്കൂറ്റവും കാണിച്ച നേതാവ് തന്നെയാണ് VD സതീശൻ. ഇന്നിപ്പോ ആ VD സതീശന് വെല്ലുവിളിച്ച വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയമായി അദ്ദേഹം ICU-ൽ കിടക്കുന്ന, അത്യാസന്ന നിലയിൽ കിടക്കുന്നു. കാരണം പറഞ്ഞു പോയൊരു വാക്ക്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറയലിൽ പറ്റില്ല എന്ന് നമ്മുടെ പഴയ കാരണവന്മാര് പറയുന്ന ഒരു മൊഴിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഈ വാക്കിന്റെ പേരിൽ ഇപ്പോൾ രാഷ്ട്രീയമായി അത്യാസന്നമായ ഒരു നിലയിൽ വെള്ളാപ്പള്ളി നിലം പതിച്ചിരിക്കുന്നു. അദ്ദേഹം ഓക്സിജൻ പോലും കൊടുത്ത് വെന്റിലേറ്ററിൽ കിടത്തിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇത് അവനവന്റെ പ്രവൃത്തിയിലൂടെ വന്നുവിട്ട കാര്യമാണ്.
സാമുദായിക നേതാവ് എന്ന രീതിയിലല്ലാതെ എന്ത് കിരീടമാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കൊക്കെ ഉള്ളത്? വ്യക്തിപരമായ രീതിയിൽ ഞാനിവരെ ആരെയും ആക്ഷേപിക്കല്ല. വ്യക്തിപരമായ രീതിയിൽ സമൂഹത്തിലേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ വ്യക്തിഗതമായ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ എത്ര പേര് തിരിച്ചറിയും, എത്ര പേര് മാനിക്കും? NSS എന്ന പ്രസ്ഥാനത്തിന്റെ ആചാര്യനായതിന്റെ പേരിൽ മാത്രമാണ് സുകുമാരൻ നായരെ ജനങ്ങൾ മാനിക്കുന്നത്. ഈ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ എല്ലാവരും ഇഷ്ടമല്ലെങ്കിൽ പോലും മാനിക്കുന്നത്, തിരിച്ചു വാക്കുകളൊന്നും പറയാത്തത്. ഇത് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഫവാസ് ആദ്യം പറഞ്ഞോടെ ഞാൻ ഒന്നുകൂടി ചേർത്ത് പറയട്ടെ. കേരളം കണ്ട വിപ്ലവ പ്രസ്ഥാനം, ഏറ്റവും വലിയ വിപ്ലവ പ്രസ്ഥാനം, സമാധാന വിപ്ലവത്തിന്റെ വക്താവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്വൈതത്തിന്റെ വക്താവായിരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ചോദിക്കരുത്, പറയരുത് എന്നൊക്കെയുള്ള മഹനീയമായ അദ്വൈത സിദ്ധാന്തം കേരളത്തിൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞ് മനസ്സിലാക്കി തന്ന ആ ഗുരുദേവന്റെ പേരിൽ ഉദയം കൊണ്ട, ഉരുവം കണ്ട ഒരു പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആള് നാഴികയ്ക്ക് 40 വട്ടം ജാതി തന്നെ പറയുന്നു, വർഗീയ വിദ്വേഷം വിളമ്പുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുന്നു. അപ്പോ ഇവരുടെ വ്യക്തിഗതമായ എന്ത് തരത്തിലുള്ള ഒരു ഗ്രേസ് ആണ് ഇവർക്കുള്ളത്, എന്ത് തരത്തിലുള്ള യോഗ്യതയാണ് ഇവർക്കുള്ളത്? VD സതീശനെ പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയാൻ എന്ത് തരത്തിലുള്ള ഒരു വ്യക്തിഗതമായ കഴിവ് എന്താണ് ഇവർക്കുള്ളത്? ഒന്നുമില്ല. എന്റെ ഒരു പരിമിതമായ ബോധ്യം വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, വെള്ളാപ്പള്ളി നടേശന് സുകുമാരൻ നായരൊക്കെ NSS അല്ലെങ്കിൽ SNDP എന്ന പ്രസ്ഥാനത്തിന്റെ സാമുദായത്തിന്റെ നേതാക്കൾ എന്ന പേരിൽ മാത്രമാണ് അവരെ ആളുകൾ മാനിക്കുന്നുണ്ടെങ്കിലോ ഭയക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അല്ലേ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും അവരുടെ വ്യക്തിഗതമായ മിടുക്ക് കണ്ടുകൊണ്ടല്ല. രാഷ്ട്രീയക്കാർക്ക് അവരുടെ വോട്ട് ബാങ്കിനാണ് ലക്ഷ്യം. അതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ട് കമാന്ന് മിണ്ടില്ല. പക്ഷെ VD സതീശൻ അതിന് തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് VD സതീശനോട് ഇവർക്കുള്ള കലിപ്പ്. കൂടാതെ ഇവർക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ട്. അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി VD സതീശനെ പോലുള്ള ഒരാള് ഭരണതലപ്പത്ത് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. ഇവര് ചരട് വലിക്കുമ്പോൾ ആടുന്ന തുള്ളുന്ന നേതാക്കന്മാരായിരിക്കണം എന്നുള്ള ധാരണകളായിരിക്കും. ആ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് ഇവര് പലർക്കും അനുകൂലമായി മറുപടി പറഞ്ഞത്, VD സതീശനെതിരെ സംസാരിച്ചത്. ഇനിയിപ്പോ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായർക്കും എതിരെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് നാളെ ഇതിന്റെ പേരിൽ വേറെ എന്തെങ്കിലും കേസ് വരുമെന്ന് നമുക്കറിയില്ല. കേസ് വരുന്നെങ്കിൽ വരട്ടെ, മോശമായി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. സാമുദായിക ആചാര്യന്മാരെന്ന രീതിയിലല്ലാതെ വ്യക്തിഗതമായ രീതിയിൽ ഇവർ സമൂഹത്തിൽ ആരാധിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും VD സതീശൻ പോലെയുള്ള ഒരു നേതാവിനെ അദ്ദേഹം എന്താണെന്നറിയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രേസ് എന്താണ് എന്നറിയാതെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചട്ടുകമായി വെള്ളാപ്പള്ളി നടേശൻ എന്തോ സ്ഥാപിത താല്പര്യത്തിന് വേണ്ടി, ലക്ഷ്യത്തിന് വേണ്ടി VD സതീശനെ വെല്ലുവിളിച്ചത് ഇപ്പൊ വിനയായി. വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയമായ ഒരു അത്യാസന്ന നിലയിലാണ്. ഒന്നുകിൽ അദ്ദേഹം ആ വാക്ക് പിൻവലിച്ച് VD സതീശനോടും കേരളത്തിന്റെ പൊതുസമൂഹത്തോടും മാപ്പ് പറയാ, എനിക്ക് അബദ്ധം പറ്റിയാണെന്ന് പറയാ. അല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം വാക്കിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുക.